ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെഫീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുന്നു. മാഷാ അള്ളാ അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ടാവും. രാവിലത്തെ പുട്ടും കടലക്കറി ഉണ്ടാക്കുന്നതും പിന്നെ പപ്പായ പറിക്കാൻ പോകുന്നതും പിന്നെ തേങ്ങ എന്താണ് ഇടാൻ ആളില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആടെ കേട്ട് തേങ്ങ എടുക്കുന്നൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ ഓപ്ഷനുകൾ അനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. രാവിലത്തെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് കടലക്കട കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് ഇത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നന്നാക്കി കഴുകി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം ഇവിടെ തളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിലേക്ക് നീ പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ മൂടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കറി ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ഇതൊക്കെ ടൊമാറ്റോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പീസ് കൂടി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ചെയ്തെടുക്കണ്ട ചെറുതായിട്ട്. അപ്പം ചായക്കൊക്കെ മാത്രം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ മാറ്റി വെക്കണ്ട. അപ്പം പഞ്ചസാരയൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇളക്കി കൊടുക്കണ്ട. അപ്പം ഇനിയിപ്പോൾ എന്താ ഞാൻ എന്തോന്ന് കഴുകാൻ കൂട്ടായിട്ട് കൊണ്ട് നോക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് ടൊമാറ്റോ ഇതാണ്. അപ്പം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ 2 മുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1-2 എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി പാകത്തിന് കേട്ടോ. ഒരു അളവൊന്നുമില്ല. 1-2 കല്ലി അതുകൊണ്ട് ചുവന്നുള്ളി വന്നിട്ട് തന്നെയാണ് 1-2 ചുവന്നുണ്ടാവുക. ഇതിനൊന്നും വേറെ അളവും കാര്യങ്ങളൊന്നും നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ ആ ഒരു സുമാർ അനുസരിച്ച് കേട്ടോ. ടൊമാറ്റോ എന്താണ് കഴുകിയിട്ട് ഇതിലേക്കുന്നത് രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ചെയ്യുന്നത്. അതൊക്കെ മുറിച്ചെടുത്തിട്ട് ഇനി അരച്ചിട്ടാണ് വരട്ടെ. അപ്പൊ അരക്കലും കഴിഞ്ഞു. അപ്പൊ വെള്ളം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ വെള്ളം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാല് സ്റ്റവ് ആണാക്കി കൊടുക്കണ്ട. ഇനി സ്റ്റവില് എന്താണ് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല. അപ്പൊ കുക്കർ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്നും പറഞ്ഞിരുന്നു കേട്ടോ. എന്നാലും ഇനിയിപ്പോൾ വേറെ ഒന്നും പറയണമെന്നില്ല. അപ്പൊ ഇതൊന്നും ഇതിന് കുറെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി എന്താക്കാല് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ സവാള സോറി എന്താ പറയാ നമ്മൾ കറക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ടൊമാറ്റോ ആ പേസ്റ്റ് ഉപയോഗിച്ച് ചേർത്തി കൊടുക്കുക. ഒരു നന്നാക്കിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തിനൊക്കെ എടുക്കാൻ പറ്റിയിട്ട് അപ്പോൾ ഞാനൊരു ചട്ട എടുക്കാൻ പറ്റിയിട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ച് ടൊമാറ്റോ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ എങ്ങനെ ചേർക്കുന്നത് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിട്ടോ. അപ്പം ഇതൊക്കെ ഇടിച്ച് വെച്ച് നന്നാക്കി ചെയ്തൊക്കെ നമ്മളെ ചേർത്ത് കടലല്ലേ പട്ടാണി കടൽ അങ്ങനെ പറയുന്നത് അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. ഇതൊക്കെ സുമാർ അളവാണ് കേട്ടോ. അതിനൊന്നൊരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്നൊരു അളവ് എടുക്കുമ്പോൾ ആ ഒരു ഇത് അറിയില്ല. അപ്പോൾ ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് മൂടി വെക്കട്ടോ. വേണമെന്നുണ്ടെങ്കിലൊക്കെ വെളിച്ചെണ്ണയ്ക്ക് കറിവേപ്പൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ കറിവേപ്പൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഞാൻ അതൊന്നും എടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ കറിവേപ്പിലയാണെങ്കിൽ ഒരു മെയിൻ എല്ലാ കറികൾക്കും അത് ഇല്ല. അപ്പോൾ ഇനി തന്നെ ഒന്ന് പുറത്തേക്ക് പോകാനുള്ള അടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെപ്പോൾ ആ മിക്സിന്റെ ജാറൊക്കെ നല്ല കഴുകി ഒഴിച്ചെടുത്ത് ആ വെള്ളം കൂടി ഗ്രഹിക്കാണ്ട് ഒഴിച്ചെടുക്കാട്ടോ. ഇനിയും നന്നാക്കിയിട്ട് എന്താണ് മിക്സ് ചെയ്തിട്ട് എരിവൊക്കെ പാകമാണ് മസാലകളൊക്കെ പാകമാണ് എന്ന് നോക്കിയിട്ട് ഞാൻ കുക്കർ മൂടി വെക്കണ്ട. അപ്പോൾ ഒരു 3-4 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും എന്താണോ അപ്പോൾ ഈ ഒരു കുക്കർ ഒഴിവായിട്ട് ഈ ഒരു സ്റ്റൗവിൽ തന്നെ കുക്കറിലല്ല ഈ കുക്കർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു സ്റ്റൗവിൽ തന്നെ എനിക്ക് എന്താ പുട്ടുണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്നൊക്കെ ചോറ് വാക്കില്ലത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നാക്കിയിട്ട് കഴുകുന്നത് ഞാൻ പഴത്ത് ആ ചായയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പാകത്തിനില്ല വറ്റി ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ ഇതിനോട് അരച്ചിട്ട് വരട്ടെ. അപ്പൊ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വാക്കുണ്ടാകുമ്പോൾ ചെറുങ്ങനെ വാക്കുണ്ടാകുമ്പോൾ ഒന്നും ഇങ്ങനെ വെള്ളം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എത്ര എടുക്കണം അതിനനുസരിച്ചുള്ള ചോറ് എടുക്കുക. അപ്പൊ ഒരു 1.5 നാഴിന്റെ പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് പത്തിരിപ്പൊടി കേട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ചോറില്ലാഞ്ഞാല് പത്തിരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ ഒരിക്കലും ശരിയാവില്ല. കട്ട കുത്തും. അപ്പൊ
ഈ ചോറ് ഉണ്ടാക്കിയാൽ നന്നാക്കിയിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പാകമാണെന്നൊക്കെ ആക്കി നന്നാക്കിയിട്ട് എന്നിട്ട് എന്താണ് പുട്ടിന് എങ്ങനെ നമ്മൾ മാവ് കുഴച്ച് അതുപോലെ കുഴച്ചെടുക്കുക. പിന്നെ പുട്ടൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായി കിട്ടും, നല്ല സോഫ്റ്റ് പുട്ടന്നെ കിട്ടും. അപ്പൊ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ ഈ ഒരു കുക്കർ മാറ്റി വെക്കാം. അപ്പൊ തന്നെ ഞാൻ വേറൊരു വിസിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വിറകടുപ്പത്ത് വെക്കുന്ന കുക്കർ കേട്ടോ, അതുകൂടെ വെച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഭാഗത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അതിന്റെ ഒരു വെയിറ്റ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചേർത്തപ്പുട്ടാട്ടോ. അപ്പൊ ഇതൊക്കെ നന്നാക്കി കേട്ടതിന് ശേഷം അതിന്റെ ചില്ലൊക്കെ അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇതിന്റെ തലേന്ന് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വിചാരിച്ച് കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിരകി ഇങ്ങനെ നേരം കളയുന്നില്ല. അപ്പൊ അത് വേണ്ടിയിട്ട് അപ്പൊ പാകത്തിന് തേങ്ങ കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള നമ്മള് പുട്ടിന് പച്ച പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ എരിവിസിൽ വെച്ചെടുക്കട്ടോ. അത് മൂടി വെച്ചിട്ട് നമുക്ക് ആവി വന്നതിന് ശേഷം നമുക്ക് ഓഫാക്കി എടുക്കാം. അപ്പൊ അതവിടെ കടന്ന് കുക്കാവട്ടെ. പിന്നെ അതിന്റെ ഇടയിൽ വേറെ പണികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാണായിട്ടോ. പിന്നെ അതൊന്നും ഇപ്പൊ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആവി വന്ന് നമുക്ക് എന്താണ് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പൊ തന്നെ ഞാനൊരു ഇതൊക്കെ എടുത്ത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടെടുക്കട്ടെ. അപ്പം എന്താ പിന്നെ നോക്കി ആദ്യം നടത്തി കൊടുക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ പോയതിന് ശേഷം ആക്കാന്നൊക്കെ വിചാരിച്ചു. അതിന്റെ ഇടയിൽ ആവണം ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതല്ലേ ഇതിങ്ങനെ ഇരുന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ ആവശ്യം നേരത്തെ ഒന്നെടുത്താൽ മതിയല്ലോ. സുമാർ ഒരു അളവുണ്ടാവുമല്ലോ നമുക്ക്, അല്ല ഏത് സമയം ഉണ്ടാവില്ല. ആ സമയത്തിനനുസരിച്ച് നോക്കിയാൽ മതി. ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ വേറെ ഇങ്ങനെ ഇടയിൽ ഓരോ പണികൾക്ക് പോകുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ നമുക്ക് കിച്ചണിൽ എന്തൊക്കെയും പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഇതിനനുസരിച്ച് കേക്കൊക്കെ വെക്കട്ടോ. അപ്പൊ അടുത്ത എന്താണ് ചട്ടപ്പിട്ടും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതവിടെ കറങ്ങിട്ട് കുക്കാവട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത്. അപ്പൊ കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് എന്താ വെള്ളത്തിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ എന്താ പുട്ടപ്പാകുമ്പോൾ കുറച്ചൊന്നും വെള്ളമില്ല ഞാൻ പറ്റൂല. അപ്പൊ ഞാനിത് പെട്ടെന്നിങ്ങനെ കളിച്ചുകാണ്ട് മറ്റേ ഇങ്ങനെ കുക്കറിനെ കൂടെ അതിന്റെ എടുക്കുന്നുണ്ട് എന്താ തിളച്ച് ചിന്തണ്ട വിചാരിച്ചുകൊണ്ട് കുറഞ്ഞൊരു വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് അറിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് പാകത്തിന് മസാലക്കൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ ഉള്ളി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ ആയിട്ടുണ്ട്, പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നുമോക്കിന് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഫുള്ള് ആയിട്ട് വെയിറ്റ് ചെയ്യാവുന്ന അപ്പൊ ഈ ഒരു 3 കുറ്റിപ്പുട്ടാണ് ഞങ്ങൾക്ക് മതിട്ടോ. എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. അവൾ പോകാൻ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ അവൾക്കുള്ളത് ഞാനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് ഒരു പുകട്ടി എന്താണ് ഇട്ടെടുക്കട്ടെ കേട്ടോ. ഇത് മുഴുവൻ ഇട്ടെടുത്താൽ പിന്നെ അവളിത് കഴിച്ചില്ലാന്ന് വരും. പിന്നെ അത് വെറുതെ ഒഴിവാക്കി വെക്കേണ്ടി വരും. പിന്നെ ആകെ കഴിച്ചിട്ട് ആകെ പിന്നെ പറ്റലുണ്ടാവില്ല. അപ്പൊ തന്നെ അത് മതിയാണ്. ഇപ്പൊ ഞാൻ അത് കൊടുത്തിട്ടാ. പിന്നെ കഴിച്ചു പോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അത് കഴിച്ച് പിന്നെയും കൊടുത്തു. അങ്ങനെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ മദ്രസക്ക് പോയിട്ട് അപ്പൊ ഞങ്ങളെ മദ്രസൊക്കെ അയച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ പപ്പായ പറിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പൊ പുറത്തുകൂടെ പോയോക്കട്ടെ, ഇങ്ങനെ നമ്മളെ തൊടിയത്തിലേക്ക് ഒന്ന് പോയോക്കട്ടെ വിചാരിച്ചിട്ട് ഞാനും ഹൈറോട്ടം എന്താണ് ഹൈറും സംശയമൊക്കെ പോകട്ടെ. ഞങ്ങൾ 3 ആള് പോകട്ടെ. അപ്പൊ ഞങ്ങൾ അവരെ കാത്തിക്കുന്നപ്പോ ഞങ്ങള് വന്ന് കാത്തുനിന്ന് അവരെ കിട്ടിയപ്പോ ഞങ്ങൾ 3 ആൾ ഇങ്ങനെ ഒരുമിച്ച് പോകാണ്. ഞങ്ങൾ ഇങ്ങനെ പോകണതിന്റെ ഇടയിൽ ഗുഡ്സ് പിന്നെ പഴയതെടുക്കാണ്ട് പറഞ്ഞാണ്ട് ഇങ്ങനെ ഗുഡ്സ് ഞങ്ങൾ വേക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതൊക്കെ കാണിട്ടോ. ഇവിടെ അപ്പോൾ ഇതാ അങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കാണ്ട് പറഞ്ഞാണ് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇവരാണെങ്കിൽ ഇല്ലാന്നും പറഞ്ഞു ചെയ്തു. അപ്പൊ ഇല്ല പിന്നെ ഞാനാണെങ്കിൽ വീട്ടിൽ പോലും ചെയ്തില്ലേ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി എന്നെ അവിടെ ഉമ്മാൻ്റെ അടുത്ത് പോയ പിന്നെ അമ്മ ഒറ്റപ്പാവൻ പറഞ്ഞതാണ്. ഞാനൊക്കെ ഇവിടെ പറഞ്ഞയച്ചതില്ല കേട്ടോ. അപ്പൊ വീട്ടിൽ കണ്ടെടുത്തൊക്കെ അപ്പൊ തീരുമാനമാണെങ്കിൽ മണ്ണ് കളിച്ചിട്ട് ഞാൻ അവനെ ഉമ്മാൻ്റെ അടുത്ത് ആക്കി കൊടുത്തു. അപ്പൊ ഞാൻ അവനൊക്കെ കേട്ടി കുറിച്ച് കാക്കാനും ബുദ്ധിമുട്ടായി ജസ്റ്റ് ഞാൻ അവനെ കാണാതെ പോയത് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് സെറ്റ് ഉണ്ടായിരുന്നു കൊടുക്കേനൊക്കെ പറഞ്ഞു. പിന്നെ അവരങ്ങനെ പോയിട്ട് അത് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളായിക്കൂടെ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇല്ല പിന്നെ അവർ എന്നെ കണ്ടതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ടൊക്കെ ആവും അവർ വരാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ വരവിലും വരുമ്പോഴും അവർ വരും. ചിരട്ടൊക്കെ നോക്കി പോകും കേട്ടോ. ചിരട്ടൊക്കെ എടുത്തിട്ട് പോകും. പിന്നെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു വീട്ടിൽ എത്തിട്ടോ. അപ്പൊ ഈ ഒരു വീട് വിൽപ്പനക്കാന്ന് തോന്നി കേട്ടോ. അപ്പൊ ഇത് എത്രക്കാണ് എങ്ങനെയാന്ന് കൊടുക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇവർ പറഞ്ഞത് അങ്ങനെ എനിക്ക് ഓർക്കുന്നില്ല. അപ്പൊ ബ്രിഞ്ചാലി
അപ്പൊ അതൊക്കെ ഞാനൊന്ന് വീടെടുത്ത് പോന്നിട്ട് അപ്പൊ ഞങ്ങൾക്കിത് നോക്കിയിട്ടൊക്കെ അപ്പൊ ഇങ്ങനെ ഏതായാലും ഇറങ്ങി തിരിച്ചു അപ്പൊ കുറച്ച് സ്ഥലമൊക്കെ കാണാൻ വിചാരിച്ച് അങ്ങനെ ചുറ്റിക്കറങ്ങിട്ടോ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ പപ്പായ പറിക്കട്ടെ. അപ്പൊ ചെയ്യുന്നുണ്ട് പപ്പായന്റെ മരം കണ്ട് കുറ്റി ചാടിച്ചാലും കിട്ടും നോക്കട്ടെ. ഉറപ്പമില്ല. അപ്പൊ കുറെ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് കാട്ടിലായതുകൊണ്ട് പിന്നെ അത് കൊടുക്കാനും ഇതൊക്കെ മടി. പിന്നെ അങ്ങോട്ട് വരാനും മടി കിട്ടും. അപ്പൊ അതിനൊക്കെ കുറെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പപ്പായന്റെ ഇതിനെ ഒഴിച്ചിട്ടോ. അപ്പൊ ഇതൊന്നും കുറ്റിച്ചാടിക്കട്ടെ. അപ്പൊ ഇതൊക്കെ അങ്ങനെ കുറ്റിച്ചാടിച്ച് ഒരു മൂന്നാല് പപ്പായ കുറ്റിട്ടപ്പോ രണ്ടെണ്ണം എടുത്തു പോകുന്നു. പിന്നെ അവർ എടുത്തിട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ വീടെടുത്ത് പോന്നു. അപ്പൊ ഇത് കുറച്ചൊക്കെ നല്ല കുലുക്കി ചാടിക്കാല്ല പപ്പായ കണ്ട് കുലുക്കി ചാടിക്കണ്ട. അപ്പൊ സംശയുടെ കുലുക്കി ചാടിക്കാണ്. അപ്പൊ ഇതൊക്കെ കുറെ കാട്ടിക്കും ചാടിന് കുറെ ഇങ്ങോട്ടൊക്കെ ചാടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കാട്ടി ചാടിതൊക്കെ ഇനി പൊരിച്ചെടുക്കണം. കുറച്ച് പൊരിച്ചെടുക്കണ്ട. അപ്പൊ ഞങ്ങള് ഈ പപ്പായൊക്കെ പറിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇനി ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കറി ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പോന്ന് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പോന്ന് വീട്ടിലെത്തി. അപ്പൊ ഇനി എന്താച്ചാല് അപ്പോൾ പപ്പായൊക്കെ പറിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോരട്ടെ. അപ്പോൾ ഓരോ അതിൽ തിരിച്ചു ഞാൻ ഈ വീട്ടിലേക്കും തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും പോയി. അപ്പൊ അവരിനെ അടിച്ചു മുട്ടിച്ചട്ടെ. അപ്പൊ അവരങ്ങനെ കമ്പനിയിൽ അവര് പോയി. ഞാൻ ഇങ്ങോട്ടും പോകുന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാല് ഇവിടെ തേങ്ങടാൻ ആളെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ തേങ്ങടാനൊക്കെ പിന്നെ ആള് ഒരു പ്രതീക്ഷ ഇല്ലാതെ വന്നിട്ട് അപ്പൊ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആരപ്പോ ഈ വരുന്നത് വിചാരിച്ചിട്ട് അപ്പൊ ഈ ഓട്ടോറിക്ഷയിൽ വരുന്നതും ഇങ്ങനെ സാധാരണ ബൈക്കുകളൊക്കെ വരുന്നതാണ് ഇവിടെ. അപ്പൊ ഈ ഓട്ടോറിക്ഷ വരുമ്പോ ആരോ വരും കാര്യമായിട്ട് ആരോ വീര വിചാരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇതാ ഓട്ടോറിക്ഷയിൽ അങ്ങനെ എത്തിട്ട് അപ്പൊ തേങ്ങടാന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വീട്ടിലെത്തി പപ്പായൊക്കെ പറിച്ച് വീട്ടിലെത്തി. പിന്നെ കുറച്ചു നേരം കുഴക്കിന് വെള്ളമൊക്കെ കുടിച്ച് അപ്പൊ ഇതാ ഓട്ടോറിക്ഷയിൽ ഇവിടെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അയാൾ എന്തെങ്കിലും തേങ്ങ ഇടണം. അപ്പൊ ഏതാ സ്ഥലമൊക്കെ പുതിയ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി എവിടുന്ന എങ്ങനെയുണ്ടെന്നൊക്കെ അത് പോയി നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അകത്ത് വേറൊരു പണിയിലുമാണ്. അപ്പൊ അങ്ങനെ അയാൾ അങ്ങനെ തേങ്ങ തുടങ്ങിയിട്ട് മെഷീനിൽ വെച്ച് തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ പകുതിക്കൊന്ന ഞാൻ വീടെടുത്തിട്ട് കേട്ടോ. അപ്പൊ നട്ട് ഉച്ച വെയിലുമാണ്. വന്ന നേരം ശരിയല്ല കേട്ടോ. ഒരു 10-11 മണിക്കാട്ടോ ഇയാൾ വന്നത് തന്നെ. ഭയങ്കര ചൂടാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പിന്നെ വീടെടുക്കാനും വല്ല കഴിയില്ല കേട്ടോ. പിന്നെ അടുത്ത് നിന്ന് വീടെടുക്കാം. പിന്നെ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഈ അടുക്കള ഭാഗത്ത് നമ്മളെ കിച്ചണിലെ പുറത്തെ വറകടത്തിന്റെ അവിടെ നിന്ന് വീടെടുത്ത് ചെറുതായിട്ട് എടുത്തിട്ടാട്ടോ. മൂപ്പരെ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീടെടുക്കുന്നതൊന്നും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. ഇതാ ഇപ്പുറത്ത് ഇതാ കുട്ടികൾ മണ്ണപ്പം ചുറ്റി കളിക്കുകയാണ്. മണ്ണപ്പം എന്തൊക്കെയാ ഉരലിൽ വെച്ച് പിന്നെ ചോറ് കൂട്ടാനും എന്തൊക്കെ എടുക്കുന്നു. കല്ലറിൽ പത്തിരി ഓട്ടട ചട്ടി പിന്നെ ചോറ് കൂട്ടാൻ എന്തൊക്കെ ഇലക്കറി എന്തൊക്കെ ഉണ്ടാക്കുകയാണ്. കുട്ടികളി കളിക്കേണ്ട നേരാണല്ലോ. അപ്പോൾ ഇതാ മദ്രസൊക്കെ വിട്ട് വന്ന് പിന്നെ വെക്കേഷൻ ആയിട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടാട്ടോ വരെ ഈ കുട്ടികളി പിന്നെ ജിരുമോനും ഉണ്ട് കേട്ടോ. അപ്പൊ കളിക്കാനൊക്കെ പോയി കുറെ നേരമായിട്ട് ഇപ്പൊ എന്താണ് അങ്ങനത്തെ ഒരു ആഗ്രഹം. ഇങ്ങനെ വല്ലാതെ മണ്ണിൽ ഇതിലൊന്നും കളിക്കില്ല കേട്ടോ. എന്തൊക്കെ ചക്കയിലിട്ട് നോട്ടെടുത്തിട്ട് ഈ ഉരലി കല്ലറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണുകൊണ്ടൊക്കെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് അത് ഒരു രസമായിട്ട് തോന്നുന്നു. അപ്പൊ വെക്കേഷൻ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ നുറുക്കി കൂട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പുറത്തും തന്നെ തേങ്ങടൽ ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ടും പുറത്ത് നമ്മളെ പൂമുഖത്തെ അതിന്റെ സിറ്റ് ഔട്ടിന്റെ അവിടെ ഇരുന്നത് ഞാൻ അങ്ങനെ പെട്ടെന്ന് വീട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കിട്ടിയ ഭാഗത്ത് ആ വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ഇടുന്നതാ. അപ്പൊ അങ്ങനെയൊക്കെ തേങ്ങ കെട്ട് കഴിഞ്ഞ് അയാളങ്ങനെ പോയിട്ട് അപ്പൊ അയാളെ കൂലിക്ക് കൊടുത്തേച്ച്
പറഞ്ഞയച്ചു. ഈ ഒരു തേങ്ങ ഇട്ടാൽ മാത്രം പോരല്ലോ, ഇനി പൊറുക്കി കൊണ്ടുവരണം, അതിനൊന്ന് തല ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്നത്. അപ്പം രാവിലെ തന്നെ ഇട്ടൊക്കെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സമയമല്ല, അപ്പോൾ ഞങ്ങൾക്ക് കൂടാത്തതുകൊണ്ടാവും കേട്ടോ 11 മണിക്കൊക്കെ വന്നത്. അങ്ങനെ ഒരു 4 മണിക്കാണ് നമുക്ക് ഇനി തേങ്ങ പൊറുക്കാൻ. ഈ പൊറുക്കാതിരുന്നാൽ ഇവിടെ എന്താ വെച്ചാൽ പന്നികളെ ശല്യം കണ്ടിട്ട് അപ്പോൾ അവരെങ്കിൽ കുളിച്ച് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ആവും വിചാരിച്ചിട്ട് പെട്ടെന്ന് പിന്നെ 4 മണിയായപ്പോൾ ഞാൻ എന്താ ചെയ്തു, തേങ്ങ പൊറുക്കുക. ആദ്യം പറഞ്ഞ ഭാഗം ഞാൻ അടുക്കള ഭാഗത്ത് നിന്നിട്ട് വീഡിയോ എടുത്തത്. പിന്നെയാണ് ഞാൻ സിറ്റ് ഔട്ടിൽ എത്തിയത് കേട്ടോ. സിറ്റ് ഔട്ടിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ആ വിളിച്ച് അങ്ങനത്തെ വീഡിയോ ജസ്റ്റ് ആ സിറ്റ് ഔട്ടിൻ്റെ ആ റൂമിൽ ഞാൻ സിറ്റ് ഔട്ട് തന്നെ ആ ഒരു സിറ്റുകൾ കാണുന്ന ആ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്ത വീഡിയോ. അപ്പോൾ അത് ആ മുകളിലത്തെ അതൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടി കിട്ടാൻ നന്നാക്കി ഉയർത്തി പിടിച്ച് ഫോൺ എടുക്കാൻ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു മടിയുള്ളത് കാരണത്തിൽ തന്നെ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഇങ്ങനെ തേങ്ങയിലും കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഞാൻ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പിന്നെ ഇതിലൊക്കെ നടന്ന് പോകണം. അപ്പം ഇനി ഇതെന്താ ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒരു 4 മണിക്ക് ശേഷം പോകണം, കുറുക്കി കൊണ്ടുവരാൻ പോകണം. അപ്പം ഞാൻ എന്തായിരുന്നു, ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം 4 മണിയാവാനായിട്ടുണ്ട്. അപ്പം ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ പുറത്തുനിന്നതിൻ്റെ ഒരു ക്ഷീണിച്ച് വരുമ്പോൾ കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ജിരുമോനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മിന്നുമോട് ഞാൻ വീടൊക്കെ മനത്. അപ്പം ജിരുമോനൊക്കെ ചെറുപ്പൊക്കെ ഇടിച്ച് കൊടുത്തിട്ട് മോനെ കണ്ടെത്തൊക്കെ കയറിയിട്ടുണ്ട് തേങ്ങ പൊറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊറുക്കി കൊണ്ടുവന്നു. അപ്പോൾ കുറേ പൊറുക്കാണ്ട് കേട്ടോ. ഇഷ്ടമാതിരിയല്ല വിചാരിച്ച മാതിരി കേട്ടോ. പൊറുക്കണമെങ്കിൽ കുറച്ച് തേങ്ങ കുറച്ചാണെങ്കിലും പൊറുക്കിയെടുക്കാൻ കുറച്ച് സമയം വരും. അപ്പോൾ 4:30 അറിയിട്ട് 6:30 വരെ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നത് വരെ ഇത് പൊറുക്കാൻ നേരിടുന്ന ജോലി. പിന്നെ എല്ലാവരും പൊറുക്കാനുണ്ട് കേട്ടോ. ജിരുമോനും പൊറുക്കുന്നുണ്ട്, മിന്നുമോളും ഒക്കെ പൊറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയും കുറേ ഞങ്ങൾ പൊറുക്കിയിട്ട് ഇങ്ങനെ വലിച്ചിരുന്നതൊക്കെ അമ്മ ഒരു ഭാഗത്തൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ക്ഷീണിക്കും, അതിൻ്റെ ഇടയിൽ വകത്ത് വന്നാൽ പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ, അടുക്കളയിലൊക്കെ ചൂടായത് തന്നെ. അപ്പം അങ്ങനെ ഇറങ്ങി വന്ന് വെള്ളം ചായൻ്റെ വെള്ളം കുടിക്കും, അത്ര തന്നെയുള്ളൂ. അപ്പം എന്നാലും നമുക്ക് ക്ഷീണം ഏകദേശം മാറല്ലോ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഈ വേനൽക്ക് ഭയങ്കര ചൂട്, പിന്നെ ചായയും ഒക്കെ ചൂടാകുമ്പോൾ തന്നെ അധികം ആ ചൂടുള്ള ചായ കുടിക്കാൻ കഴിയില്ല. അപ്പം ഒന്നത് അത് തണുത്തിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നിങ്ങനെ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ കൂടെ ജിരുമോനൊക്കെ കൊടുക്കും. പിന്നെ അതാ തേങ്ങ പൊറുക്കാനിടയിൽ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ മടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ മടി നോക്കി എന്നാലും പിന്നെ നമ്മൾ ഈ പൊറുക്കടൊന്നും നടക്കില്ല. അപ്പം ഞാനതൊന്നും ആലോചിക്കാതെ നമ്മളെ മുറ്റത്തില്ലേ, നമ്മളെ റോഡിലില്ലേ, നമ്മളെ പറമ്പിലില്ലേ തേങ്ങയില്ലേ വിചാരിച്ചിട്ട് ഞാൻ പൊറുക്കിയെടുക്കുന്നത്. പിന്നെ അപ്പുറത്തെ കണ്ടത്തിലൊക്കെ ഇപ്പോൾ അവിടെ ഒരു പിക്കപ്പാണ്ട് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നിൽ തന്നെ. പിന്നെ എനിക്ക് അതെ പോകാനൊക്കെ മടിയായിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കാതെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ നമ്മളെ തേങ്ങയൊക്കെ അങ്ങനെ പൊറുക്കി വലിച്ചൊക്കെ കൊണ്ടുപോയി കേട്ടോ. ആ വണ്ടി അവിടെ ട്രെയിനിൻ്റെ മുന്നിലായി നിർത്തിയതുകൊണ്ട് പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു മടി ഉണ്ട് അവിടെ പൊറുക്കിയെടുക്കുക. അപ്പോൾ അതുവരെങ്ങനെ മുന്നിലുണ്ടാകും. അപ്പോൾ അതങ്ങനെ ഏതായാലും പിന്നെ അതൊന്നും നോക്കാതെ ഇങ്ങനെ വലിച്ചിടട്ടെ. അപ്പോൾ ഞാൻ ആ മുന്നിൽ കൂടെ പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ നോക്കി ഇരുന്നാലേ എനിക്ക് നമ്മളെ തേങ്ങ പൊറുക്കടൊക്കെ നടക്കില്ല. പിന്നെ ഇതൊക്കെ പൊറുക്കി കഴിഞ്ഞിട്ട് താഴെ കണ്ടത്തിട്ട് അപ്പുറത്തെ കണ്ടത്തിലൊക്കെ പൊറുക്കട്ടെ. അപ്പം ജിരുമോന് അതിൻ്റെ ഇങ്ങനെ പൊറുക്കാൻ ചെറുപ്പിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഇതൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിലുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കുറേ പൊറുക്കാണ്ട് അതൊക്കെ പൊറുക്കി കഴിഞ്ഞ് പിന്നെ അങ്ങനെ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.